ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ നാലുമണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതുപോലെ അടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. പക്ഷേ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ചെറിയൊരു പീസൊക്കെ അതിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ള പഴമാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേന്ത്രപ്പഴത്തിന് പകരം ചെറുപഴം വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ചേർക്കാതെയും ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അത് ഇടയ്ക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കുറച്ച് നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. അപ്പോൾ അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന പഴത്തിനും മുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുറച്ച് നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് ടൈറ്റ് ആക്കിയിട്ട് ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. അത്രയും തന്നെ ടൈറ്റ് വേണ്ട, കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ടിൽ കുറച്ച് കട്ടിക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് പൊങ്ങി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ഡാർക്കായിട്ട് കിട്ടാൻ നിൽക്കണ്ട, എന്നാലും മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.